സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദിൻ്റെ അനുയാത്ര, അധ്യായം 20. ചുരുളിമയുള്ള മുടി, വിശാലമായ നെറ്റി, തിളക്കമുള്ള കണ്ണുകൾ. റോയ് സാറിൻ്റെ അതേ ആകൃതി. വിശാലമായ നെറ്റിയും മുടി ചെകുന്നതിൽ കണ്ട പ്രത്യേകതയും ഒഴിച്ചാൽ ഇരുവർക്കും ഒരേ ചായ തന്നെ. പുഞ്ചിരി തത്തി നിൽക്കുന്ന മുഖമാണ്. വല്ലാത്തൊരു കുസൃതി ഒളിപ്പിച്ചിരിക്കുന്ന പുഞ്ചിരി. എമിലി ആദ്യമായി കാണുകയായിരുന്നു പപ്പയുടെ രൂപം. ഫോട്ടോയിലാണെങ്കിൽ പോലും ആദ്യമായി. വല്ലാത്തൊരു വികാരമായിരുന്നു അവൾക്ക്. കാണാൻ കൊതിച്ചു താൻ നടന്നതാണിത്. ഇവിടെ ഈ വീടിൻ്റെ സ്വീകരണ മുറിയിലില്ലെങ്കിലും മാലയിട്ട് അലങ്കരിച്ച് ഇത്തരമൊരു ഫോട്ടോ താൻ പ്രതീക്ഷിച്ചതാണ്. ഓഫീസിലും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും ഓരോ ഫോട്ടോകൾ ചില്ലിട്ട് മാലയിട്ട് അലങ്കരിച്ച് സൂക്ഷിക്കേണ്ടതാണ്. എങ്ങുമില്ലായിരുന്നു, എങ്ങും. അപ്പോൾ എത്ര യാദൃശ്ചികമായിട്ടാണ് ഇത് തൻ്റെ കയ്യിൽ കിട്ടിയത്. അത് റോയിയുടെ പപ്പയുടെ ചിത്രമാണ്. പെട്ടെന്ന് മമ്മ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ. 23 വർഷമായി മരിച്ചിട്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ മമ്മ. ഈ വീട്ടിലോ ഓഫീസിലോ ഒന്നും. എമിലി ചോദിച്ചത് അതാണ്. മാലയിട്ട് അലങ്കരിച്ച് ഒരു ഫോട്ടോ എന്തിന് മുൻവശത്ത് പ്രദർശിപ്പിക്കുന്നു? ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ആ ഫോട്ടോ പോലും ഈ എസ്റ്റേറ്റിൽ ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആശിച്ചു എന്നുറക്കെ പറയാനാണ് അവൾക്ക് തോന്നിയത്. പറയാൻ വയ്യല്ലോ. അവൾ ആ നോട്ടീസിലേക്ക് വീണ്ടും നോക്കി. നോട്ടീസല്ല, ക്ഷണക്കത്ത്. അന്തരിച്ച ഫെർണാണ്ടസിൻ്റെ ജന്മനാൾ പൂർവാധികം ഭംഗിയായി ഇക്കൊല്ലവും ആഘോഷിക്കുന്നുവെന്ന്. നീ ചെന്ന് നിന്റെ പപ്പയെയും മമ്മിയെയും വിളിച്ചുകൊണ്ട് വരണം. റോയിയുടെ പപ്പയുടെ ഈ ജന്മനാളിൽ ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും അവരുടെ കുടുംബസമേതം പങ്കെടുക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഫെർണാണ്ടസിൻ്റെ പിറന്നാൾ ദിവസം എല്ലാ ജോലിക്കാരും പങ്കെടുക്കുമായിരുന്നു. എത്ര ദൂരെയുള്ളവരാണെങ്കിലും കുടുംബത്തെ വരുത്തുമായിരുന്നു, മമ്മ പറഞ്ഞു. എമിലി ഞെട്ടി. മമ്മയും മമ്മിയും വരിക, അതും ഫെർണാണ്ടസ് എന്ന തൻ്റെ പപ്പയുടെ 55-ാം ജന്മനാളിൽ പങ്കെടുക്കുവാൻ. എമിലി വിഷമാവസ്ഥയിലായി. ഒന്നുകിൽ നിനക്ക് കത്തയക്കാം, അല്ലെങ്കിൽ പോയി വിവരം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാം. എന്താ? അവൾ തലയാട്ടി. വെറുതെ നടക്കില്ലാത്ത കാര്യമാണതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ പതിയെ ചോദിച്ചു. മമ്മ, ഒരു സംശയം. ചോദിക്കൂ. മരിച്ചയാളിൻ്റെ ഓർമ്മ ദിവസമല്ലേ സാധാരണ ആഘോഷിക്കാറ്, പുറത്തുള്ളവർക്ക് സദ്യ കൊടുക്കാറ്? പക്ഷേ ഇവിടെ ജന്മനാൾ അങ്ങനെ പതിവില്ലല്ലോ. പതിവില്ലെന്ന് ആര് പറഞ്ഞു? മമ്മ ചോദിച്ചു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരുടെയൊക്കെ മരണദിനം നമ്മൾ ആഘോഷിക്കാറില്ലേ? പ്രാർത്ഥിക്കും ആത്മാവിന് വേണ്ടി. എന്നാൽ ഇന്ന് അവരുടെ ജന്മനാൾ ഇപ്പോഴും ആഘോഷിക്കുന്നു, രാജ്യമൊട്ടാകെ. ഇവർ മരിച്ചെന്ന് വിശ്വസിക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നില്ല. ജീവിക്കുന്നു ഓരോരുത്തരിലും. ഓരോ ജന്മനാളും ആഘോഷിച്ച് മുന്നേറിക്കൊണ്ട് തന്നെ. പിന്നെ മമ്മയുടെ സ്വരം വല്ലാതെ താണു. എമിലി, ഈ എസ്റ്റേറ്റിലെ രാജാവായിരുന്നു ഫെർണാണ്ടസ്. എൻ്റെ ഹൃദയത്തിലും അദ്ദേഹം രാജാവായിരുന്നു. ഫെർണാണ്ടസ് മരിച്ചു എന്ന് ഞാനൊന്നും കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് മാലയിട്ട് ഫോട്ടോ വയ്ക്കാത്തതും ഓർമ്മനാളിൽ അത് ആഘോഷിക്കാത്തതും. ഫെർണാണ്ടസ് എന്നിൽ ജീവിക്കുന്നു, ഓരോ ജന്മനാളും ആഘോഷിച്ച് മുന്നേറിക്കൊണ്ട്. എമിലി മുഖം കുനിച്ചു. എത്ര വിദഗ്ധമായി ഇവർ കള്ളം പറയുന്നു, അഭിനയിക്കുന്നു. ഈ അഭിനയം ഇവരെ രക്ഷിച്ചു. 23 വർഷമായി കൈവിലങ്ങിൽ നിന്നും ഇരുമ്പഴിക്കുള്ളിൽ നിന്നും ലോകം ഇവരെ വിശ്വസിച്ചു. അവരെല്ലാം ഇവർക്കൊപ്പം നീങ്ങുന്നു. എമിലി കടിച്ചു പിടിച്ചു. വളരെ വളരെ സംയമനത്തോടെ. എല്ലാം തുറന്നുവിടാൻ, എണ്ണി ചോദിക്കാൻ ഒരു ദിനം വരും. അന്ന് ഈ എമിലി ചോദിക്കും, അവരുടെ മരണമാണ് ഫലമെന്നെങ്കിൽ കൂടി. എമിലി ഭയപ്പെടില്ല. ഇല്ല, ഭയപ്പെടില്ല. പപ്പയുടെ ആത്മാവ് തനിക്ക് ധൈര്യം തരും, കൂടെ ഉണ്ടാവും. അത് മതി, അതുമാത്രം മതി. എമിലി എന്താ വല്ലാതെ? അമ്മയുടെ സ്വരം. ഏയ്, ഒന്നുമില്ല മമ്മ. ഞാൻ ഓർക്കുകയായിരുന്നു എത്ര ചെറുപ്പത്തിലെ മമ്മ വിധവയായി എന്ന്. ഏതാണ്ട് എമിലിയുടെ പ്രായത്തിൽ തന്നെ, മമ്മ പറഞ്ഞു. അന്നു മുതൽ തലേ മാസവും പിറ്റേ മാസവും ഞാൻ അദ്ദേഹത്തിൻ്റെ മരണനാളും ജന്മനാളും താണ്ടി കടന്നു പോകുന്നു. ദൈവം എനിക്കായി ഒരുക്കി വെച്ച പാതയിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു എല്ലാം. ഇന്നും അതേ ദുർവിധികളും ദുരന്തങ്ങളും മാത്രം. എൻ്റെ മകൻ്റെ ജീവിതം, അവൻ്റെ ഭാര്യയും കുഞ്ഞും. ദുർവിധിയും ദുരന്തമല്ലേ അത്? അന്നത്തെ ആക്സിഡൻറ്റിൽ ഏഞ്ചലും കുഞ്ഞും മരിച്ചു പോയിരുന്നുവെങ്കിൽ ഇത്രയും ദുഃഖം താങ്ങേണ്ടി വരില്ലായിരുന്നു. ഇന്നവർ ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളാണ്. എൻ്റെ മകനെ ക്രമേണ ഭ്രാന്താലയത്തിലെത്തിക്കാൻ മാത്രം ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങൾ. എമിലി, അതുമാത്രം ഞാൻ സമ്മതിക്കില്ല. എനിക്കെൻ്റെ മകനെ രക്ഷിക്കണം. മാർഗം എന്തുതന്നെയായാലും ലക്ഷ്യത്തിലെത്തണം. ഇക്കാര്യത്തിൽ എമിലിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. നിനക്ക് മാത്രമേ കഴിയൂ. ഗോഡ്,
എമിലി വിറച്ചുപോയി. നിർമ്മൽ പറഞ്ഞത് എത്ര സത്യം. എന്നെ ഇതിനുള്ളിൽ പാർപ്പിച്ച് ക്രമേണ മകൻ്റെ രണ്ടാം ഭാര്യയാക്കുകയാണ് ലക്ഷ്യം. ദൈവമേ, ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹാപാപം. എന്താ നീ മിണ്ടാത്തത്? നീ എന്നെ സഹായിക്കില്ലേ? മമ്മിയുടെ ചോദ്യം. ഉവ്, എമിലിയുടെ സ്വരം വിറച്ചു. മമ്മിയെ ഞാൻ സഹായിക്കും, എന്നെ വിശ്വസിക്കാം. മമ്മിയുടെ മുഖം പ്രകാശിച്ചു. അവർ അടുത്ത സെറ്റിൽമേലിരുന്നു. എമിലിയെയും പിടിച്ചിരുത്തി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ഫ്രണ്ടിനോടെന്ന പോലെ. പഴയ ജീവിതം മുതൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ വരെ. എത്ര ലളിതമായ സംസാരം, തുറന്ന രീതി. എമിലി അവരുടെ സംസാരം മോളി കേൾക്കുന്നുണ്ടായിരുന്നു. ചിലതിന് ഒത്തുപറയുകയും നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് അതിലൊന്നുമായിരുന്നില്ല ശ്രദ്ധയൂന്നിയത്. ഇവർ വിവാഹകാര്യം തന്നോട് സംസാരിക്കട്ടെ, മകൻ്റെ ഭാര്യ പദവിയിലേക്ക് ക്ഷണിക്കട്ടെ. ആ ദിവസം, അതാണ് സന്ദർഭം. അന്നെല്ലാം തുറന്നു പറയുന്ന സന്ദർഭമാണ്. ഒരു പൊട്ടിത്തെറിയുടെ സമയം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഫെർണാണ്ടസിൻ്റെ മകളാണ്, ഈ എസ്റ്റേറ്റ് ഉടമയുടെ മകൾ. നിങ്ങൾ കൊന്നറിഞ്ഞ ഒരു പാവം മനുഷ്യൻ്റെ മകൾ. ഇക്കാണായ സ്വത്തുക്കളുടെ പകുതി അവകാശി. റോയി സാറിൻ്റെ ഏക സഹോദരി. അറിയോ നിങ്ങൾക്ക്? അതെ, അതാണ് സന്ദർഭം. എല്ലാം തുറന്നു പറയാൻ അതിലേറെ പറ്റിയ ഒരു സന്ദർഭം മറ്റെവിടെ? എമിലി 2 ദിവസത്തെ ലീവെടുത്തു. ഒരു ഞായറാഴ്ച കൂടി കണക്കാക്കുമ്പോൾ 3 ദിവസമാകും. പറന്നു ചെല്ലുന്നതുപോലെയാണ് അവൾ വീട്ടിലെത്തിയത്. ജോൺസൺ ജോലി സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ചെന്നപാടെ അവൾ ആ ക്ഷണക്കത്ത് മേരിയെ കാണിച്ചു. മമ്മി, ഇതാ പപ്പയുടെ ഫോട്ടോ. എൻ്റെ കർത്താവേ! മേരി ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി, അധരങ്ങൾ വിതുമ്പിപ്പോയി, ശ്വാസഗതി വല്ലാതെ വർദ്ധിച്ചു. എമിലി ഭയന്നു. മമ്മിക്ക് അസുഖമെങ്ങാൻ തുടങ്ങുമോ? ശ്വാസത്തള്ളൽ. നോക്കുമോളെ, നോക്ക്, മുഖം കണ്ടോ? എത്ര ശാന്തമാണ് ആ മുഖം. ആ കണ്ണുകൾ കണ്ടോ? ദയവ് കിനിയുന്ന കണ്ണുകളല്ലേ? അല്ലേ മോളെ? ആ മനസ്സ് നിറയെ സ്നേഹം മാത്രമായിരുന്നു. എന്നിട്ടും ഈ ദുർവിധി വന്നല്ലോ എൻ്റെ ദൈവമേ. മേരി താഴെ തളർന്നിരുന്നു കരഞ്ഞുപോയി. മമ്മി, ആ സ്ത്രീ ക്ഷണിച്ചിരിക്കുകയാണ്. മരിച്ചുപോയ പപ്പയുടെ 55-ാം ജന്മനാൾ ആഘോഷിക്കുകയാണ്. കുടുംബസമേതം പങ്കെടുക്കണമെന്ന്. പപ്പയും മമ്മിയും വരണമെന്ന്. പിശാച്, അവൾക്ക് എങ്ങനെ നാവ് പൊങ്ങി എന്നെ ക്ഷണിക്കാൻ? മേരി കിതച്ചു. അതിനിപ്പോൾ അവർക്കറിയില്ലല്ലോ മമ്മി ആരാണെന്ന്. പിന്നെന്താ? ശരിയാണ്, അവർ ക്ഷണിച്ചത് എൻ്റെ മമ്മിയെയും പപ്പയെയുമാണ്. ഓ, മേരി ആ ഫോട്ടോ നെഞ്ചോടിടുക്കി പിടിച്ചിരുന്നു. വല്ലാതെ തേങ്ങി. എമിലി വിട്ടുകൊടുത്തു. മമ്മി കരയട്ടെ. സന്ധ്യയ്ക്ക് മുമ്പ് അവർ ആ ഫോട്ടോ തൻ്റെ വസ്ത്രങ്ങൾ വയ്ക്കുന്ന പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു. ജോൺസണോട് ഇതേക്കുറിച്ചൊന്നും പറയണ്ട മോളെ, അദ്ദേഹം വിഷമിക്കും. നീ വെറുതെ വന്നൂന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എമിലി ചിരിച്ചു കാണിച്ചു. 3 ദിവസം അവൾ വീട്ടിൽ കഴിച്ചുകൂട്ടി. ജോൺസന് ഒരുപാട് സന്തോഷമായി. തനിക്കൊരു മാസം ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 4 ഇരട്ടി ശമ്പളം വാങ്ങുന്ന മകൾ. താനത്ര ഭാഗ്യവാനാണ്. എത്ര വിലക്കിയിട്ടും ശമ്പളം മുഴുവൻ തന്നെ ഏൽപ്പിക്കുന്ന മകൾ. തൻ്റെ ഇഷ്ടം പോലെ ചിലവാക്കാൻ നിർദ്ദേശിക്കുന്ന മകൾ. ഒരു പപ്പയ്ക്ക് ഇതിലധികം എന്തു ഭാഗ്യം വേണം? പക്ഷേ പണം തോന്നിയ ചിലവഴിക്കാൻ പാടില്ല. സൂക്ഷിച്ചു വെക്കണം. അവൾക്ക് 25 വയസ്സായി. അത് മറക്കാൻ പാടില്ല. ഒരിക്കലും മറക്കാൻ പാടില്ല. അവളുടെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാലേ താൻ ഏറ്റെടുത്ത ചുമതല പൂർത്തിയാകൂ. എന്നാലേ മനസ്സിന് സമാധാനം ലഭിക്കൂ. എമിലി 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം വെളുപ്പിന് തിരികെ പോന്നു. മമ്മയോട് അവൾ പറഞ്ഞു, മമ്മിക്ക് ശ്വാസമുട്ടലുണ്ട്, ആസ്മയാണ്, ദൂരയാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വരാൻ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ മമ്മിയെയും കൂട്ടി വരാമെന്ന് പപ്പ സമ്മതിച്ചിട്ടുണ്ട്. ഓഹോ, എമിലിയുടെ പപ്പ സമ്മതിച്ചുവോ? ഉവ്. മമ്മി വന്നില്ലെങ്കിൽ പപ്പ തന്നെയെങ്കിലും വരാൻ പറയാമായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം ഇവിടെ ജനപ്രവാഹമായിരിക്കും. എന്നാലും എമിലിയുടെ മമ്മിയും പപ്പയും വന്നാൽ എത്ര തിരക്കായാലും അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം, പരിചയപ്പെടുത്തണം. എന്താ? ശരി, ഞാൻ കൊണ്ടുവരാം. എമിലി സമ്മതിച്ചു. മമ്മ പറഞ്ഞത് സത്യമായിരുന്നു. വലിയ നിലപ്പന്തലുകൾ മുറ്റത്തുയർന്നു. 2 ദിവസം മുമ്പ് മുതൽ തന്നെ ജനപ്രവാഹം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ബിസിനസ് സുഹൃത്തുക്കൾ, പങ്കാളികൾ, കുടുംബക്കാർ. എമിലി ശ്രദ്ധിച്ചു. ജോലിക്കാരും തൊഴിലാളികളും കുടുംബസമേതം തന്നെയാണ് എത്തിയിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നു. ആ അച്ഛനെ കൂടാതെ മെത്രാനച്ഛന്മാർ വേറെയും ഉണ്ടായിരുന്നു. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അച്ഛന്മാരുടെ നിര തന്നെ വലുതായിരുന്നു. മരണപ്പെട്ട ആളിൻ്റെ ജന്മനാൾ. ആ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥനകൾ നടന്നു. സദ്യ നടന്നു. ജോലിക്കാരും തൊഴിലാളികളും കുടുംബസമേതം തന്നെ പണവും വസ്ത്രങ്ങളും വാങ്ങി. എത്ര ലക്ഷം രൂപയാണ് ഈ ദിവസത്തേക്ക് ചെലവഴിച്ചെന്നറിയണമെങ്കിൽ ഇനി കണക്ക് നോക്കണം. എമിലി ഓർത്തു.
എല്ലാ തിരക്കും കഴിഞ്ഞ് പിറ്റേന്ന് മമ്മ എമിലിയോട് ചോദിച്ചു, ക്ഷണിക്കപ്പെട്ടവരിൽ എമിലിയുടെ പാരൻസ് മാത്രം വന്നില്ല അല്ലേ? അവൾ തലകുനിച്ചു. എനിക്കവരെ കാണണമായിരുന്നു, പരിചയപ്പെടണമായിരുന്നു. ഇനി അതങ്ങനെ സാധിക്കും? നമുക്കൊരു ദിവസം നിന്റെ വീട്ടിൽ പോയാലോ? അയ്യോ! ഒരു നിലവിളി തൊണ്ടയോളം എത്തിയത് എമിലി പണിപ്പെട്ടടക്കി. അദ്ധ്യായം 21. ഉലയിൽ വെച്ച് ഊതിയൊരുക്കിയ പൊന്നുപോലെ സൂര്യബിംബം ദൂരെ ദൂരെ മലകൾക്കപ്പുറത്ത് താഴുന്നു. പൊൻവെളിച്ചം തഴുകുന്ന നീലാകാശം, വെള്ളിമേഘത്തുണ്ടുകളിലും പൊന്നിൻ വെളിച്ചം, മലമുകളിലും താഴ്വാരത്തെ തേയിലച്ചെടികളിലും പൊന്നാഭ. സാമാന്യം വലിയ ഒരു ഡ്രോയിങ് പേപ്പർ മേശമേൽ നിവർത്തിവെച്ച് ബ്രഷിൽ ചായം തേച്ച് വരയ്ക്കുകയാണ് എമിലി. ജനാലയുടെ അങ്ങകലെ കാണുന്ന ദൃശ്യം പ്രകൃതിയെ പൊന്നണിയിക്കുന്ന, കണ്ണും കരളും കുളിർപ്പിക്കുന്ന കാഴ്ച. എമിലിക്ക് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണത്. കഴിഞ്ഞ തവണ പോയപ്പോൾ വീട്ടിൽ നിന്ന് അവൾ ചായവും ബ്രഷും ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഈ വീടിനുള്ളിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തത നീക്കാൻ ഈ ചായക്കൂട്ട് എമിലിക്ക് അത്യാവശ്യമാണ് താനും. ഒരാഴ്ച കൊണ്ടവൾ ആ അസ്തമയ സൂര്യനെ വരച്ചെടുത്തു. അല്പം വരയ്ക്കുമ്പോൾ സൂര്യൻ മലയ്ക്കപ്പുറത്ത് താണുപോകുന്നു. പിന്നെയും ഉദിച്ചുയരാനും അസ്തമയത്തിലെത്താനും എമിലി കാത്തിരിക്കുന്നു. വീണ്ടും ബ്രഷ് എടുക്കുന്നു, കാത്തിരിക്കുന്നു. ഇന്ന് ചിത്രം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. എമിലിക്ക് ആത്മസംതൃപ്തി തോന്നി. ഇവിടം വിട്ടു പോകും മുമ്പ് ഈ എസ്റ്റേറ്റിൻ്റെ ഓരോ ഭാഗവും ചിത്രത്തിലാക്കാൻ കഴിഞ്ഞെങ്കിൽ. ആ ചിത്രത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മമ്മ പിന്നിൽ വന്നു നിന്നത് എമിലി അറിഞ്ഞില്ല. ഹായ്, നീ നന്നായി വരച്ചിരിക്കുന്നല്ലോ. അവളുടെ സ്വരം കേട്ടതും എമിലി പിന്തിരിഞ്ഞു നോക്കി. അവൾ പുഞ്ചിരിച്ചു. നീ ഇതെവിടെ പഠിച്ചു? കുറച്ച് പഠിച്ചു. SSLC കഴിഞ്ഞ് കോളേജിൽ പോകുന്നതിനിടയിൽ പാർട്ട് ടൈമായി. ഞാൻ എന്ത് പറഞ്ഞാലും ഒക്കെ സാധിച്ചു തരുമായിരുന്നു പപ്പ. ഓഹോ, ഇപ്പോൾ സമയം പോകാൻ ഇതൊരു വഴിയാണ്. എന്നാലും നന്നായിരിക്കുന്നു എന്നല്ല, വളരെ ഭംഗിയായിരിക്കുന്നു. മമ്മ അവളുടെ ചായത്തരങ്ങളും ബ്രഷുകളും ഒക്കെ എടുത്തു നോക്കി. മനുഷ്യരുടെ ചിത്രം നീ വരയ്ക്കുമോ? ആ, വരയ്ക്കാറുണ്ട്. റോയിയുടെ പപ്പയുടെ ഒരു ചിത്രം വരച്ചോളൂ. നോക്കാം. എമിലി സ്വരം താഴ്ത്തി. ആ, ഞാനിപ്പോൾ വന്നത് ഏഞ്ചൽ വിളിച്ചിട്ടാണ്. ഏഞ്ചൽ. എമിലിയുടെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. എന്തിന്? അങ്ങോട്ട് ചെല്ലാത്തത് എന്തെന്ന്. അവൾക്ക് എന്തെങ്കിലും സംസാരിക്കാനാവും. പാവം. ജന്മനാളിന് ആയിരങ്ങൾ പങ്കെടുത്തു, പക്ഷേ ആ മേടത്തെ കണ്ടില്ല. എമിലി ചോദിച്ചു. അവൾ വരില്ല. 2 തവണ അവൾ പങ്കെടുത്തിട്ടുണ്ട്. ആ 2 തവണയും എല്ലാം അവളുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. എത്ര ആക്റ്റീവാണെന്നോ ഏഞ്ചൽ അക്കാര്യത്തിൽ. എല്ലാം ഓർഡറിൽ, കൃത്യമായി കൃത്യസമയത്ത് അവൾ ചെയ്തിരിക്കും. 1.5 വർഷം, 1.5 നൂറ്റാണ്ടിൻ്റെ അടുപ്പവും പരിചയവും തോന്നിയിരുന്നു. അത്രയേറെ പ്രിയപ്പെട്ടവളായിരുന്നു അവൾ. ബട്ട് ഈ ദുരാവസ്ഥ വന്നതിന് ശേഷം അവൾ പങ്കെടുക്കാറില്ല. അവളെ പങ്കെടുപ്പിച്ച് വരുന്നവർക്കെല്ലാം കണ്ണിൽ സഹതാപജലം നിറയ്ക്കാനുള്ള ഒരു ഉപകരണമാക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പറയാറില്ല. പക്ഷെ അവൾക്കറിയാം, എല്ലാം അറിയാം. പറഞ്ഞാലും അവൾ വരില്ല. വല്ലാത്തൊരു വിധി. എമിലി സഹതപിച്ചു. ഈ സഹതാപം അവൾക്ക് മുമ്പിൽ വെച്ചുണ്ടാകരുത്. അതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം. ഇല്ല മമ്മ. നീ ഇപ്പോൾ പോകും അങ്ങോട്ട്? എപ്പോഴാണ് ടൈം ഉണ്ടാവുക? 6 ദിവസവും ഓഫീസിൽ പോകണ്ടായോ? പിന്നെ ഒരു ഞായറാഴ്ച അന്നേ വിശ്രമമുള്ളൂ. എൻ്റേതായ പണികൾ ചെയ്യാനാവൂ. ടൈം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, എമിലി പറഞ്ഞു. ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. മമ്മ വിടുമോ? എമിലിക്ക് എപ്പോൾ ഏത് സമയത്ത് എവിടെ പോകണം പോയിക്കോളൂ. വേണമെങ്കിൽ വണ്ടിയിൽ പോകാം. ഈപ്പച്ചനോട് ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ വണ്ടി എമിലിക്ക് സ്വന്തം പോലെ ഓടിക്കാം. ഈപ്പച്ചനോട് പറയൂ എമിലിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. ഒരു ലൈസൻസ് കൂടി കിട്ടിയാൽ എമിലിക്ക് തന്നെ വണ്ടി ഓടിക്കാമല്ലോ. മമ്മ അതിന് ടൈം, ഓഫീസും ടൈമും പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എമിലി. ഞാൻ റോയിയോട് പറഞ്ഞേക്കാം. അറ്റ് എനി ടൈം യു ക്യാൻ ഗോ എനിവെയർ. പോരെ? ഞാൻ ഇവിടുത്തെ ശമ്പളക്കാരിയാണ്. ഓഫീസ് ടൈമിൽ ഇവിടെയും പോകുന്നത് മാനേജ്മെൻറ്റ് അനുവദിച്ചിട്ടായാലും എൻ്റെ മനസാക്ഷിക്ക് ചേർന്നതല്ല. എമിലി തടിതപ്പാൻ നോക്കി. ഗുഡ്. മമ്മ ചിരിച്ചു. എമിലി ഒന്ന് നിശ്വസിച്ചു പോയി. മമ്മ ചിരിച്ചുകൊണ്ട് തന്നെ തുടർന്നു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ പ്രത്യേക സ്വഭാവങ്ങളും എനിക്കിഷ്ടമായി. ഒരു ശമ്പളക്കാരി ഒരിക്കലും വർക്കിംഗ് ടൈമിൽ ചുറ്റി നടക്കാൻ പാടില്ല. വാങ്ങുന്ന ശമ്പളത്തോടും അത് തരുന്ന മാനേജ്മെൻറ്റിനോടും കൂറുകാട്ടണം. പക്ഷേ നിന്നെ ഞാൻ അധികം വൈകാതെ തന്നെ ശമ്പളക്കാരി എന്ന ലേവലിൽ നിന്ന് ഒഴിവാക്കും. നിന്നെ ഞാൻ ഈ വീട്ടിലെ ഒരംഗമാക്കാൻ പോവുകയാണ്. എമിലി സ്തംഭിച്ചു നിൽക്കുകയാണ്. നിന്നെ ഞാൻ ഈ വീട്ടിലെ ഒരംഗമാക്കാൻ പോവുകയാണെന്ന്. അതിൻ്റെ അർത്ഥം?
സ്പഷ്ടം, ഏതു കൊച്ചുകുട്ടിക്കും സ്പഷ്ടം. അന്യ ഒരു പെണ്ണിനെ വീട്ടിലെ അംഗമാക്കുന്നത് ഏതു രീതിയിലൂടെയാണ്? അതേ രീതി. അല്ലാതെ തന്നെ താൻ ഈ വീട്ടിലെ സ്വന്തമാണെന്ന് ഈ സ്ത്രീ അറിയുന്നില്ലല്ലോ. അതറിയാതെ പലതിനും തയ്യാറെടുക്കുന്നു. തൻ്റെ മമ്മിയെയും പപ്പയെയും കാണാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എന്തൊക്കെ തടസ്സം പറഞ്ഞാണ് താനത് ഒഴിവാക്കിയത്? ഒരു ദിവസം ഇങ്ങോട്ട് വരുത്താമെന്ന് തീർത്തു പറഞ്ഞു. മമ്മിയുടെ അസുഖം കുറഞ്ഞ് യാത്ര ചെയ്യാറാകട്ടെ എന്ന് പറഞ്ഞൊഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ അതിലും വലിയ ആപത്തിതാ വായും പിളർന്നെടുക്കുന്നു. താൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടപ്പില്ല. അതിനു സമയം വേണ്ടിയിരുന്നു. ഇവിടെ ഇപ്പോൾ സമയമില്ല. ഇവിടെയുള്ളവർക്കാകെ തിടുക്കമാണ്. എന്തിനും വല്ലാത്തൊരു വലയിലേക്കാണ് തൻ്റെ പ്രവേശനം. ഒരറ്റം പിടിവെക്കുമ്പോൾ മറ്റേ അറ്റം മുറുകുന്ന തരം വല. ആരെയും കുറ്റപ്പെടുത്തണ്ട. ഒട്ടും ആലോചിക്കാതെയുള്ള തൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഫലം. താൻ ആര്? പക വീട്ടാനും ചോരയ്ക്ക് പകരം ചോദിക്കാനും. വെറും ഒരു പെണ്ണ്. പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത പെണ്ണ്. ഒരാളടിച്ചാൽ തിരിച്ചടിക്കാൻ പോലും അറിയില്ലാത്തവൾ. എന്നിട്ടാണ് പകരം ചോദിക്കലും പ്രതികാരവും. എമിലിക്ക് തോന്നി. സാഹസമായി പോയില്ലേ? പപ്പയും മമ്മിയും വിലക്കിയതാണ്. അപകടമാണെന്ന്. മമ്മി ആവുന്നത്ര വിലക്കിയതാണ്. ചെവികൊണ്ടില്ല. അപ്പോൾ തോന്നിയ വികാരം ഇതൊന്നുമായിരുന്നില്ല. എടുത്തുചാട്ടം, വിവരക്കേട്, അതിൻ്റെ ഫലമാണിത്. സഹോദരൻ്റെ പേര് തന്നെ ആലോചിക്കുക. ആ സത്യം വെളിപ്പെടുത്തിയാലോ? ദൈവമേ, പിറ്റേന്ന് താൻ ശവം. എമിലിയുടെ ചവിട്ടടിയിൽ തീ പുകയാൻ തുടങ്ങി. എന്താ നീ ഒന്നും മിണ്ടാത്തത്? മമ്മ ചോദിച്ചു. ഒന്നുമില്ല, ഒന്നുമില്ല, എമിലി ധൃതിയിൽ പറഞ്ഞു. ആ, നിന്റെ പണി നടക്കട്ടെ. നാളെയോ നാളെ കഴിഞ്ഞോ സൗകര്യമ്പോൾ നീ ഏഞ്ചലിനെ കാണാൻ പോകുക. മമ്മ മെല്ലെ പിന്തിരിഞ്ഞു നടന്നു. എമിലി തളർന്നിരുന്നു പോയി. എങ്ങനെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കും? എങ്ങനെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടും? എമിലിക്ക് ഒരു ഉപായവും തോന്നിയില്ല. ഇക്കാര്യത്തിൽ ആരെയും കൂട്ടുപിടിക്കാനും കഴിയില്ല. ഒരു പക്ഷേ നിർമ്മലിനെ പോലും. ഡൈനിങ് ഹാളിൽ വച്ച് ത്രേസ്യ മെല്ലെ അടുത്തെത്തി. എൻ്റെ മോൻ പറഞ്ഞു എമിലിയെ കുഞ്ഞിനെക്കുറിച്ച്. ത്രേസ്യയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം. എൻ്റെ നിർമ്മലിന് മോളെന്ന് വെച്ച ജീവനാ. ഇങ്ങനെ അവൻ ആരെക്കുറിച്ചും പറയുന്നത് കേട്ടിട്ടില്ല. എമിലി വെറുതെ ചിരിച്ചു കാട്ടി. കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. കുഞ്ഞ് ഒറ്റ മോളല്ലയോ? അവളെപ്പോഴും തലയാട്ടി. സംസാരം നിർത്താൻ വേണ്ടി ഭക്ഷണം മതിയാക്കി എഴുന്നേൽക്കുകയും ചെയ്തു. എമിലി ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ബംഗ്ലാവിൻ്റെ 2ാം നിലയിൽ പിൻവശത്ത് വരാന്തയിൽ വീൽചെയറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഏഞ്ചൽ. മടിയിൽ വിലങ്ങനെ റോഫിമോനും. അവളുടെ നെഞ്ചൊട്ടിക്കിടക്കുകയാണ് കുഞ്ഞ്. പൂമ്പാറ്റ പോലെ ഈ എസ്റ്റേറ്റിലാകെ പറന്നു നടക്കേണ്ടിയിരുന്ന 2 പറവകൾ. വിധി അവരോട് ക്രൂരത കാട്ടി. വല്ലാത്ത ക്രൂരത. അവരുടെ ചിറകുകൾ മുറിച്ചെടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഈ ബംഗ്ലാവ് മാത്രമാണ് അവരുടെ ലോകം. എമിലി കടന്നു ചെല്ലുമ്പോൾ ഏഞ്ചലിൻ്റെ അധരങ്ങൾ ഒരു താരാട്ടിൻ്റെ ശീൽ തങ്ങി നിൽക്കുകയായിരുന്നു. മകനെ ഉറക്കാൻ വേണ്ടിയിട്ടോ അതോ സ്വയം സമാധാനത്തിനോ? നല്ല സ്വരം. എമിലി ഓർത്തു. അരികെ എത്തുമ്പോഴറിഞ്ഞു ഏഞ്ചലിൻ്റെ കണ്ണുകൾ തുളുമ്പുന്നുണ്ട് എന്ന്. എത്ര സൗന്ദര്യമുള്ള മുഖം. ആ കാലുകൾ രണ്ടും എത്ര സുന്ദരങ്ങളായിരിക്കണം. ജീപ്പിൻ്റെ വീലുകൾ കയറി കിടക്കുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചിരിക്കണം. എമിലിയുടെ പാദപതനം കേട്ടാകണം ഏഞ്ചൽ തിരിഞ്ഞു നോക്കി. എമിലിയെ കണ്ടതും പെട്ടെന്ന് മുഖം അമർത്തി തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹായ് എമിലി, ഇങ്ങോട്ട് വരണം. എൻ്റെ ബോർഡി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് മറന്നു അല്ലേ? എമിലി മന്ദഹസിച്ചു. റോഫിമോന് പാട്ടിഷ്ടമാണെന്ന് തോന്നുമല്ലോ? അതെ, ഏഞ്ചൽ മന്ദഹസിച്ചു. പിന്നെ ചോദിച്ചു, ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്തു. ഇങ്ങോട്ട് പോരാനെന്ന് പറഞ്ഞോ? ആരോട്? നിങ്ങളുടെ MD യോട്. ഉവ്. എന്നിട്ട് ലീവ് സാങ്ഷൻ ചെയ്തോ? അതല്ലേ മര്യാദ. എസ്റ്റേറ്റ് ഭരണഘടനയിലെ നിയമാവലിയും അങ്ങനെയല്ലേ? അറിയില്ല. എന്തേ? ഞാനൊരിക്കലും ഭരണഘടനയിലേക്ക് നോക്കിയിട്ടില്ല. അതെന്താ? ആദ്യമൊക്കെ മധുവിധുവിൻ്റെ തിമിർപ്പായിരുന്നു. പിന്നെ ഗർഭാലസ്യം, മോൻ്റെ പിറവി. ഭരണത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് റോയും അമ്മായും പറഞ്ഞു. അതിനായി ഞാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഈ പരുവത്തിലായി. പിന്നെന്തു ഭരണം, എന്തു നിയമാവലി? മരണത്തെ കാത്ത് കഴിയുന്ന 2 ശരീരങ്ങൾ, ഞാനും എൻ്റെ മോനും. എന്തേ എങ്ങനെയൊക്കെ മാഡം പറയുന്നു? എമിലി ചോദിച്ചു. ഏഞ്ചൽ കസാരയിലേക്ക് സൈഡിലെ ബട്ടൺ അമർത്തി. റബേക്ക വന്നു. റോഫിമോൻ്റെ ആയ. മോനെ എടുത്തോളൂ. റബേക്ക കുട്ടിയെടുത്ത് അകത്തേക്ക് നടന്നു. പിന്നെ ഏഞ്ചൽ കസേരയുടെ വീൽ ഉരുട്ടാൻ തുടങ്ങി. ഞാൻ സഹായിക്കാം. എമിലി ആ കസേരയ്ക്ക് പിന്നിൽ പിടിച്ച് മെല്ലെ നടന്നു. ഏഞ്ചൽ സ്വന്തം മുറി കാട്ടി കസേര അതിനുള്ളിലേക്ക് കയറ്റി. ധാരാളം വെള്ളം കയറുന്ന മുറി.
മുറിക്കുള്ളിൽ നിറയെ അലങ്കാരങ്ങളും ചിത്രങ്ങളും പ്രതിമകളും കൗതുക വസ്തുക്കളും ധാരാളം. ജനാലയ്ക്കിൽ നിന്ന് നോക്കിയാൽ പൂന്തോട്ടം മുഴുവൻ കാണാം. അവിടെ നിന്നും കുമിഞ്ഞു വരുന്ന സുഗന്ധം പേറുന്ന കാറ്റ് മുറിക്കുള്ളിലേക്ക് സ്വയം കടന്നു വരുന്നു. ഈ മുറിയുടെ സ്ഥാനം കൊള്ളാം, എമിലി സ്വയം പറഞ്ഞു. എന്നോട് വരാൻ പറഞ്ഞു എന്ന് മമ്മ പറഞ്ഞു. എന്തിനാണത്? എമിലി ചോദിച്ചു. ഏഞ്ചൽ നിർനിമേഷം നോക്കിയിരുന്നു എമിലിയെ. പിന്നെ മെല്ലെ പറഞ്ഞു, ശരിയാണ്, ഞാൻ മമ്മായെ വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു കാര്യം പറയാനായിരുന്നു. ഏഞ്ചൽ മെല്ലെ തല കുനിച്ചു. പറയൂ, എമിലി പ്രോത്സാഹിപ്പിച്ചു. റോയി പാവമാണ്. എൻ്റെ റോയി എത്ര പാവമാണെന്നോ. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്നിൽ നിന്നും സ്നേഹം തിരിച്ചു കിട്ടിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇന്ന് ആ മനസ്സ് ഇത്തിരി സ്നേഹത്തിനായി, സാന്ദ്രതയിലൊതുന്ന ഒരു തലോടനായി കൊതിക്കുകയാണ്. എമിലി പ്ലീസ്, എമിലിക്ക് അത് നൽകാനാവും. എൻ്റെ അപേക്ഷയാണ്. എമിലിക്ക് അപ്പോഴും ചലനമറ്റു. അധ്യായം 22. മറ്റാരും പറഞ്ഞാലും എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാലും ഏഞ്ചൽ മാത്രം തനിക്കുള്ള രക്ഷയുണ്ടെന്ന് എമിലി കരുതിയിരുന്നു. തൻ്റെ ഭർത്താവിനെ പങ്കുവയ്ക്കുന്ന സംരംഭത്തിൽ ഏതൊരു സ്ത്രീയാണ് പങ്കാളിയാകുക? കാലുകളും കൈകളും നഷ്ടപ്പെട്ടാൽ പോലും. പക്ഷേ ഇതാ, ഊഹമല്ല, നേരിട്ട് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു ഏഞ്ചൽ. എമിലിക്ക് നാവനങ്ങാതായി. ഞാനൊരു ഇടത്തരം കുടുംബത്തിലേതാണ് എമിലി. എന്നുവെച്ചാൽ സാധാരണക്കാരുടെ ഇടയിൽ സാമാന്യം നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നവർ. എൻ്റെ ചേച്ചിയെ വിവാഹം ചെയ്തു വിട്ടത് 50 പവനും 5 ലക്ഷം രൂപയും സ്ത്രീധനം കൊടുത്തിട്ടാണ്. അധ്വാനിച്ച് ജീവിക്കുന്നവർ. എൻ്റെ അപ്പന് ഒരു മോട്ടോർ വർക്ക്ഷോപ്പാണ്. സാമാന്യം നല്ല നിലയിൽ തന്നെ ജീവിതം. പക്ഷേ ഇവിടെ ഈ എസ്റ്റേറ്റിൻ്റെ ഉടമയ്ക്ക് നോക്കിയാൽ തുച്ഛമാണ് ഞങ്ങളുടെ വരുമാനം. എന്നിട്ടും റോയി എന്നെ സ്നേഹിച്ചു. ഞാനും. ഞങ്ങളെ മമ്മ എതിർക്കുമെന്നാണ് റോയി പോലും ഭയപ്പെട്ടിരുന്നത്. പക്ഷെ മമ്മ എതിർത്തില്ല. വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ചെയ്തത്. എത്ര ഗംഭീരമായിരുന്നു വിവാഹം! ഒരു പക്ഷേ എൻ്റെ ചേച്ചിക്ക് കൊടുത്ത സ്ത്രീധന തുകയേക്കാൾ കൂടുതൽ ഇവിടെ വിവാഹ ചെലവിലേക്കായി മാത്രം പൊടിച്ചു. ഞാൻ എൻ്റെ ഭാഗ്യമോർത്ത് ആഹ്ലാദിച്ചു. റോയി എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. മമ്മയും എന്നെ മകളെപ്പോലെ സ്നേഹിച്ചു. എല്ലാം എത്ര പെട്ടെന്ന് അവസാനിച്ചു. കണ്ണടച്ച് തുറക്കും പോലെ. എൻ്റെ ജീവിതം എന്നേ എനിക്ക് മതിയായി. മരിക്കാനാണ് ആഗ്രഹം. റോയിയെ എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വീട്ടുകാർക്ക് എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ വയ്യ. 2 കാലുമില്ലാത്ത ഞാനും അനങ്ങാനാവാതെ കിടക്കുന്ന മോനും. എൻ്റെ വീട്ടുകാർക്ക് ഞങ്ങൾ അധികപ്പറ്റായിരിക്കുന്നു. സുഖമായിരുന്ന കാലത്ത് കിട്ടാവുന്നിടത്തോളം എന്നിൽ നിന്ന് വാങ്ങാൻ അപ്പനാണെങ്കിലും ഉത്സാഹമായിരുന്നു. വർക്ക്ഷോപ്പ് മെച്ചപ്പെടുത്തി. അനുജത്തിയെ കെട്ടിച്ചു. വീട് വലുതായി. ഒരു തെങ്ങിൻ തോപ്പ് വാങ്ങി. ഇപ്പോൾ എന്നെയും മോയെയും പോറ്റാനുള്ള വരുമാനമില്ലത്രേ. നോക്കാൻ ആളുമില്ലെന്ന്. ഏഞ്ചലിൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എമിലി കേൾവിക്കാരി മാത്രമാകിയായിരുന്നു. ഏഞ്ചൽ സാവധാനം നിർത്തി പെറുക്കിയാണ് സംസാരിച്ചത്. നീണ്ട ഒരു നെടുവീർപ്പോടെ ഏഞ്ചൽ തുടർന്നു. വീട്ടുകാർക്കില്ലാത്ത സ്നേഹവും സഹതാപവും താല്പര്യവും കാട്ടാൻ റോയിയും അമ്മയും തയ്യാറായിരിക്കുന്നു. മരുന്നുകളും അയമാർക്കുള്ള ശമ്പളവും വൈദ്യപരിശോധനയും. മാസം എനിക്കും മോനും ഈ എസ്റ്റേറ്റിലെ വരുമാനത്തിൽ നിന്ന് ഒരു തുക നീങ്ങിപ്പോകുന്നു. അതൊരു അനാവശ്യ ചെലവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനും മോനും ജീവിക്കേണ്ടവരല്ല, മരിക്കേണ്ടവരാണ്. ആ ജീപ്പ് അപകടം ഞങ്ങളെ ഇങ്ങനെ ചവച്ചു തുപ്പി പിശിടാക്കാതെ കൊല്ലണമായിരുന്നു. എൻ്റെ ഈ അവസ്ഥ റോയിയെ എത്രമാത്രം വിഷമിപ്പിക്കുന്നു എന്ന് എമിലിക്കറിയോ? എമിലി ശൂന്യമായ നോട്ടത്തോടെ ഇരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ഏഞ്ചലിൻ്റെ മുഖത്തല്ല, ചുവരിലെ ഒരു പെയിൻറ്റിങ്ങിലേക്കാണ്. ഒരു വേടിൻ്റെ അമ്പേറ്റ് താഴെ വീണ് കിടക്കുന്ന പിടയുന്ന ഒരു കിളി. മരത്തിന് മുകളിൽ അത് കണ്ടു സ്തംഭിച്ചിരിക്കുന്ന ഇണക്കിളി. എന്നിൽ നിന്ന് എനിക്കെൻ്റെ റോയിയെ രക്ഷിക്കണം, എത്രയും വേഗം. ഒരു ഭാര്യയുടെ അവകാശപ്പെട്ട ഒരു കടമയും ചെയ്യാത്ത എന്നെപ്പോലൊരു ഭാര്യയിൽ നിന്നും റോയിയെപ്പോലൊരു ചെറുപ്പക്കാരൻ കുരുങ്ങിക്കിടക്കുന്നു. അതുകൂടാ, ഞാൻ എത്രയോ നാളുകളായി ഇതേ കാര്യം പറയുന്നുവെന്നോ. ഒരിക്കൽ പോലും അത് കേൾക്കാനായി ചെവി തന്നിട്ടില്ലാത്തതാണ്. എന്നാൽ ഈയിടെ എന്നോട് പറഞ്ഞു ആലോചിക്കാമെന്ന്. കൃത്യമായി പറഞ്ഞാൽ എമിലി ഈ എസ്റ്റേറ്റിൽ വന്നതിന് ശേഷം. എൻ്റെ ഈശോയെ! എമിലി നെഞ്ചിൽ കൈവച്ചു. റോയി ഒരാളെ ഇഷ്ടപ്പെടുക അപൂർവമാണ്, പ്രത്യേകിച്ചും പെണ്ണിനെ. എനിക്കറിയാം, റോയിയുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരൊറ്റ പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. താല്പര്യത്തോടെ റോയി രണ്ടാമതൊരു പെണ്ണിനെക്കുറിച്ച് സംസാരിക്കുന്നത് എമിലിയെക്കുറിച്ചാണ്. നിന്നിലെ ഏത് പ്രത്യേകതയാണ് റോയിയെ ആകർഷിച്ചത് ആവോ?
എന്നിലെ ഏത് പ്രത്യേകതയായിരുന്നു റോയിയെ ആകർഷിച്ചിരുന്നത്? ആവോ, എനിക്കറിയില്ല. അത് റോയിക്ക് അറിയൂ. എന്തായാലും റോയിയുടെ ഇഷ്ടം മമ്മയുടെയും ഇഷ്ടമാണ്. ആ ബംഗ്ലാവിൽ മമ്മയുടെ കൂടെ താമസിച്ചിട്ടുള്ള പെണ്ണ് ഞാനാണ്. ഇപ്പോൾ എമിലിയും. മമ്മ ബംഗ്ലാവിൽ വാതിൽ തുറന്ന് തന്നിരിക്കുന്നു. എങ്കിൽ അതിനർത്ഥം മകൻ്റെ രണ്ടാം ഭാര്യയെ ക്ഷണിക്കുന്നുവെന്നാണ്. എമിലി എണീറ്റ് കഴിഞ്ഞു. ഇനി കേൾക്കണ്ട എന്ന മട്ടിൽ. എന്താ എമിലി, പോകുന്നോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇവിടെയുള്ളവരുടെ മനസ്സുകൾ മനസ്സിലാക്കി തരാനും ആർക്കും എതിർപ്പില്ല എന്ന് പറയാനുമാണ്. എതിർപ്പുണ്ട് എനിക്ക്, എമിലി പറഞ്ഞു. ഏഞ്ചൽ കണ്ണുമിഴിച്ചു. ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. ജോലിക്ക്. മാഡം ജീവിച്ചിരിക്കുന്നു. കാലോ കയ്യോ എന്ന് നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾക്കൊരാത്മാവില്ലേ? ആ ആത്മാവിൻ്റെ ഉളറയിൽ നിന്ന് നിങ്ങൾക്ക് റോയിയുടെ രണ്ടാം ഭാര്യയെ സ്വീകരിക്കാനാവുമോ? പറയൂ എമിലി. ഏഞ്ചലിൻ്റെ സ്വരം വിറച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ പൊള്ളവാക്കുകൾ, കാട്ടിയത് പൊയ്മുഖം. ഞാൻ വിവാഹിതയല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷേ ഞാനൊരു വിഡ്ഢിയല്ല, ആരുടെയും കളിപ്പാവയുമല്ല. ഞാനാണ്. ഞാൻ എന്തു ചെയ്യണം, ഞാൻ ആരാകണം, അത് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല, റോയ് സാറല്ല, മമ്മായുമല്ല. സംസാരം ഇതാണെന്ന് ഊഹിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എമിലി എണീറ്റ് ധൃതിയിൽ വാതിൽക്കലേക്ക് നടന്നു. എമിലി, പ്ലീസ്, പ്ലീസ് നിൽക്കൂ, പ്ലീസ്. ഏഞ്ചലിൻ്റെ സ്വരം കരച്ചിലിനേതായി. എമിലി നിന്നുപോയി. എമിലി എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ പൊയ്മുഖം വച്ച് കാട്ടിയതല്ല, പൊള്ളവാക്കുകൾ പറഞ്ഞതല്ല. എൻ്റെ ഹൃദയം പിച്ചിച്ചീന്തി കാട്ടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഏഞ്ചൽ ഏങ്ങിക്കരഞ്ഞു. എമിലി തിരിച്ചു വന്നു. എമിലി കണ്ടോ റോഫിയെ? ഈ എസ്റ്റേറ്റിൻ്റെ ഏക അനന്തരാവകാശിയാണ്. അവനെക്കൊണ്ട് എന്തിനു കഴിയും? അവന് ആവശ്യം ഒരായ, ഇത്തിരി മരുന്ന്, 3 നേരവും ആഹാരം. അതെന്തിനാണ് എസ്റ്റേറ്റുകളും കോടിക്കണക്കിന് സ്വത്തുകളും? റോയ്ക്ക് അനന്തര തലമുറ വേണം. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ പ്രാണനാണ്. ഈ അവസ്ഥയിലും റോഫിയെ പൊക്കിയെടുത്ത് കാറിനുള്ളിലാക്കി എസ്റ്റേറ്റിലൂടെ ഓടിക്കും. വെറുതെ. സ്വന്തം കുഞ്ഞിനെ കാറിലിരുത്തി ഓടിക്കുന്ന സംതൃപ്തി കിട്ടുമോ? അതിൽ നിന്നും തിരികെ വരുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കും. അത് പാടില്ല. റോയ്ക്ക് ഓമനിക്കാൻ ഒരു കുഞ്ഞ് പിറക്കണം. ഈ എസ്റ്റേറ്റ് നോക്കി നടത്താൻ അനന്തരാവകാശികൾ വേണം. ഇത് റോയിയേക്കാൾ മമ്മയേക്കാൾ എൻ്റെ ആവശ്യമാണ്. അതിന് ഞാനും റോഫിമോനും ജീവിച്ചിരിക്കുന്നത് ഒരു തടസ്സമാണെങ്കിൽ, എമിലിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇങ്ങനെ തുടരാൻ അനുവദിക്കാതെ ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും ചാകും. എമിലി, സത്യം. മാഡം പ്ലീസ്, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എമിലി ഓടിച്ചെന്ന് അവരെ താങ്ങി. കാരണം സംസാരിച്ച ആവേശം കൂടിയതുകൊണ്ടാകാം വല്ലാതെ ശബ്ദമുയർന്നുപോയി. ഏഞ്ചൽ വല്ലാതെ കിതച്ചു. ശ്വാസം കിട്ടാത്തതുപോലെ പിടഞ്ഞു. ആയ, ആയ, എമിലി ഉറക്കെ വിളിച്ചു. ഏഞ്ചലിൻ്റെ ആയ സൂസമ്മ ഓടി വന്നു. മാഡം. സൂസമ്മ ഏഞ്ചലിൻ്റെ നെഞ്ചു ശക്തിയായി തിരുമ്മി. ഷെൽഫിൽ നിന്ന് മരുന്നും ഗുളികകളും എടുത്തു. അത് ഏഞ്ചലിനെ കൊണ്ട് കഴിപ്പിച്ചു. വീൽ ചെയർ ബെഡിനോടടുപ്പിച്ചു. ഏഞ്ചലിനെ ബെഡിലേക്ക് കിടത്തി. എമിലി സഹായിച്ചു. സാരമില്ല, മാഡത്തിന് കൂടെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഒന്നുറങ്ങിയാൽ മാറിക്കോളും. ഉറങ്ങാനുള്ള മരുന്നും കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്, സൂസമ്മ ശാന്തമായി പറഞ്ഞു. അത് ശരിയായിരുന്നു. ഏഞ്ചലിൻ്റെ കിതപ്പ് ക്രമേണ അടങ്ങി. ശ്വാസം കൃത്യമായി. മാത്രമല്ല, അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. കുറേ സമയം സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഹാർട്ടിന് തകരാറുണ്ട്, അതാണ്. ആരും സംസാരിക്കാൻ ഇരുന്നു കൊടുക്കാറില്ല. മാഡം ആദ്യമായിട്ടാണ്, സൂസമ്മ വിവരിക്കുന്നു. തിരികെ പോരുമ്പോൾ എമിലി വല്ലാതെ സങ്കടപ്പെട്ടു പോയിരുന്നു. പക, പ്രതികാരം. തൻ്റെ നെഞ്ചിലിപ്പോൾ ആ വാക്കുകൾക്ക് സ്ഥാനം എവിടെ? ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? ഓടി ഒളിക്കാനാവില്ല. ഇക്കണക്കിനാണെങ്കിൽ ഈ എസ്റ്റേറ്റ് മുഴുവനും തൻ്റെ പിന്നാലെ പാഞ്ഞെത്തുമെന്ന് തോന്നുന്നു. ഓഫീസ് കഴിഞ്ഞ് കാർ മുന്നോട്ട് നീങ്ങി. ബംഗ്ലാവിലേക്ക് വഴി ആരംഭിക്കുന്നിടത്ത് എമിലി കാർ നിർത്തിച്ചു. ഞാൻ വന്നോളാം, കാർ കൊണ്ടുപോയിക്കോളൂ. ഈപ്പച്ചൻ കാറുമായി നീങ്ങി. എമിലി തേയിലച്ചെടികൾക്കിടയിലൂടെ വെറുതെ നടന്നു. രാവിലെയാണ് കൊളുന്തുന്നുള്ളൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിയിലേക്ക് നീങ്ങുന്നു. ഉച്ച കഴിഞ്ഞാൽ തോട്ടത്തിന് വിശ്രമം. വെയിൽ നന്നേ താണു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഈ തോട്ടത്തിലൂടെ നടക്കുക എന്നത് തന്നെ ഒരനുഭവമാണ്. എമിലിക്ക് പക്ഷേ ആ അനുഭവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇപ്പോൾ. കണ്ണിൽ ഏഞ്ചലിൻ്റെ നിറമിഴികൾ, കാതിൽ ഏഞ്ചലിൻ്റെ തേങ്ങലുകൾ, ഹൃദയം നിറയെ ഏഞ്ചലിൻ്റെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകൾ. അത് പൊയ്മുഖമല്ല, പൊള്ളവാക്കല്ല. അത് പറഞ്ഞു താൻ വേദനിപ്പിച്ചു. അതവരുടെ ജീവനെ തന്നെ ഹനിക്കത്തക്ക വിധം അപകടസ്ഥിതിയിലേക്ക് എത്തിച്ചു. താനത് പറയാൻ പാടില്ലായിരുന്നു.
അവരുടെ മുഖത്ത് നോക്കി പറയാൻ എങ്ങനെ നാവ് പൊങ്ങി? എമിലി. പെട്ടെന്ന് നിർമ്മലിൻ്റെ സ്വരം. ഉച്ചയ്ക്ക് ശേഷം എവിടെയായിരുന്നു? കണ്ടില്ല. നിർമ്മൽ അടുത്തെത്തി. ഞാൻ നമ്പർ 2-ൽ ഏഞ്ചൽ മാഡത്തിൻ്റെ കൂടെ. ക്ഷണിച്ചോ? എന്തിന്? റോയ് സാറിൻ്റെ 2ാം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ. എമിലി പതിയെ പറഞ്ഞു. 2ാം വിവാഹം? നിർമ്മൽ മുഖം ചുളിച്ചു. അതെ, 2ാം വിവാഹം. ഒരു പക്ഷേ ആദ്യ ഭാര്യയുടെ അനുഗ്രഹാശിസ്സുകളോടെ, എമിലി പറഞ്ഞു. തെളിച്ചു പറയൂ. നിർമ്മൽ അക്ഷമനായി. എമിലി ഒന്ന് മന്ദഹസിച്ചു. നിർമ്മൽ പറഞ്ഞതാണ് ശരി. ഇവിടെയുള്ളവരുടെ ലക്ഷ്യം ഞാനാണ്. എന്ത് പ്രത്യേകതയാണോ എന്നിൽ അവർ കണ്ടെത്തിയത്? എമിലി സ്വയം എന്നതുപോലെ പറഞ്ഞു. എമിലി ഒന്ന് മന്ദഹസിച്ചു. നിർമ്മൽ പറഞ്ഞതാണ് ശരി. ഇവിടെയുള്ളവരുടെ ലക്ഷ്യം ഞാനാണ്. എന്ത് പ്രത്യേകതയാണോ എന്നിൽ ഇവർ കണ്ടെത്തിയത്? എമിലി സ്വയം എന്നതുപോലെ പറഞ്ഞു. എമിലി എന്തു പറഞ്ഞു? എന്തു പറയാൻ? സമ്മതമെന്നോ അല്ലെന്നോ? രണ്ടും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇക്കാര്യത്തിൽ അങ്ങനെയൊരു ആൻസറിന് പ്രസക്തിയില്ലെന്ന് തോന്നി. നിർമ്മൽ ഇടയിൽ കയറി പറഞ്ഞു. എന്നുവെച്ചാൽ സമ്മതമാണെന്ന്. എമിലി വീണ്ടും മന്ദഹസിച്ചു. ഞാൻ പറഞ്ഞതിൽ അങ്ങനെയൊരർത്ഥമുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ പിന്നെ ഞാനെന്തു പറയാൻ? എമിലി പ്ലീസ് തുറന്നു പറയൂ. എന്ത് തുറക്കാൻ? അടഞ്ഞ വാതിലുകളല്ലേ തുറക്കേണ്ടതുള്ളൂ. നിർമ്മൽ മിഴിച്ചു നിന്നു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എമിലി. ആർക്കും മനസ്സിലാകാതിരുന്നെങ്കിൽ അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എമിലി പതിയെ കണ്ണടച്ചു. അടുത്ത അധ്യായം നാളെ.